തമിഴ്നാട്ടുകാരിയായ മേനക, അതിനെ നമ്മൾ മലയാളികൾ ഏറ്റെടുത്ത് മലയാളിയാക്കി മാറ്റി. മലയാളി എന്നെ കല്യാണം കഴിച്ചു, സുരേഷ്. അങ്ങനെ മേനക സുരേഷായി. നമ്മുടെ മേനകരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേനകരെ ഇന്നവരെ നല്ല നല്ല കഥാപാത്രങ്ങൾ അല്പം പോലും സെക്സി ആവാണ്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാമർ വേഷങ്ങൾ ഒരിക്കലും അഭിനയിക്കാത്ത ഒരു നടീന് ശരിക്കും പറഞ്ഞ മേനകനെ നമ്മളങ്ങനെ ഒരു ഗ്ലാമർ വേഷത്തിലോ അല്ലെങ്കിൽ ഒരു വേറൊരു രീതിയിലോ നമ്മൾ മുഖം കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല. ആ മുഖം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടി നിഷ്കളങ്കമായുള്ള മുഖം, അതേപോലത്തെ മുഖം തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേനകയുടെ മകൾക്കും കിട്ടി, അപ്പോൾ കീർത്തിക്കും കിട്ടി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മേനകനെ കാണുന്നത്. അപ്പോൾ ആ മേനക അവിടെ വന്ന്, തമിഴ്നാട്ടുകാരിയായ മേനക അവിടെ വന്ന്, മേനകയ്ക്ക് ഏറ്റവും അധികം ഹിറ്റടിച്ചുള്ളത് ശങ്കറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോഴാണ്. ശങ്കർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജോഡികളാണ് അവരഭിനയിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു പ്രേക്ഷകർ ഇടിച്ച് കയറുക ചെയ്യുക. ശങ്കർ മേനക പടത്തിന് അത്രയും വലിയൊരു പേരെടുത്ത ഒരു ജോഡികളാണ് അവർ തമ്മിൽ കല്യാണം കഴിക്കാമെന്ന് വരെ എല്ലാവരും വിശ്വസിച്ചു. പെട്ടെന്ന് സുരേഷ് കുമാർ കല്യാണം കഴിച്ചു പറഞ്ഞപ്പോൾ നമ്മളൊക്കെ ഞെട്ടി. ശരിക്കും പറഞ്ഞാൽ ശങ്കർ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ അവർക്കിടയിൽ സുഹൃത്ത് ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശങ്കറും അമ്പിയും തമ്മിലൊരു പ്രേമുണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. അത് ശങ്കറിൻ്റെ ജീവിതത്തെ താർക്കും ചെയ്തു. പക്ഷെ മേനകയായിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പുണ്ടായിരുന്നില്ല. അതെൻ്റെ ഏറ്റവും വലിയ രസം. മേനക ശരിക്കും പറഞ്ഞാൽ ഗ്ലാമർസി ആയിട്ട് അഭിനയിച്ച ഒരു പടമുണ്ട്, ആകെ ഒരു പടം മാത്രമാണ് മേനക ആകെ ഗ്ലാമറായിട്ട് അഭിനയിച്ചുള്ളത്. ഗുഹ എന്ന് പറഞ്ഞിട്ട് ശങ്കറിൻ്റെ ഒരു പടം. ശങ്കർ ഒരു റൊമാൻറ്റിക് ഹീറോ ആണ്. ആ ഹീറോ വേഷത്തിൽ നിന്ന് ഒരു വില്ലൻ വേഷം ചെയ്ത പടമാണ് അത്, ഗുഹ. ആ പടത്തിൽ അതിൽ അംബികയുണ്ട്, മേനകയുണ്ട്, ഒരു സീരിയൽ കില്ലറായിട്ടാണ് അതിൽ അഭിനയിച്ചു പോകുന്നത്. അപ്പോൾ ബെസ്റ്റ് പടം അത്, ഗംഭീര പടം അത്. ഗുഹ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടോളൂ. ശങ്കറിൻ്റെ ഏറ്റവും നല്ല പടങ്ങളിലൊന്നാണ്. പക്ഷെ അത് എന്ത് ചെയ്യാം, 8 നിലയിൽ പൊട്ടി. അതിൽ കുറേ സീൻസുകളുണ്ട്. മേനകയും അതുപോലെ തന്നെ ശങ്കറും കൂടിയിട്ട് ഇഴുകി ചേർന്നെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇഴുകി ചേർന്ന് അഭിനയിക്കുന്ന പടം മേനക ഇതുവരെ അഭിനയിച്ചിട്ടേ ഇല്ല. അതേപോലെ ഇഴുകി ചേർന്ന് ഒരുപാട് ഹോട്ട് സീനുകളിലുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, പടം 8 നിലയിൽ പൊട്ടി. അപ്പോൾ അതെന്താ കാരണം? മേനകേൻ്റെ ഒരു ഗ്ലാമർ വേഷവും മലയാള പ്രേക്ഷകർക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ ശങ്കറിൻ്റെ ഒരു ആൻറ്റി ഹീറോ വേഷം മലയാളികൾക്ക് ആവശ്യമില്ല. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് ശരിക്കും പറഞ്ഞാൽ മേനകയ്ക്കും അതുപോലെ തന്നെ ശങ്കറിനും വലിയൊരു തിരിച്ചടി ഉണ്ടായത് ആ ഗുഹ എന്ന് പറഞ്ഞൊരു പടം. നല്ല കഥയാണ് അത്, പറഞ്ഞിട്ട് എന്താ കാര്യം. അപ്പോൾ അതുപോലെയാണ് മേനക. പിന്നെ ഒരു പ്രേമത്തിലൂടെയാണ് മേനക സുരേഷായത്. ഇപ്പോഴും ഒരു നല്ലൊരു വീട്ടമ്മയായിട്ട്, ഇവിടെ കീർത്തിയിലൊക്കെ അമ്മയായിട്ട്, വീണ്ടും അവിടെ അന്തസ്സായിട്ട് ഒരു കുടുംബിനിയായിട്ട് ജീവിക്കുന്നു. നമുക്ക് വളരെ സന്തോഷമുള്ളതാണ്. ഒരുപാട് നല്ല സിനിമകളിലെ ഒരു നായികയാണ്. ഇപ്പം അങ്ങനത്തെ നായികന്മാരൊന്നും മലയാളത്തിൽ